10 വർഷം കൊണ്ട് ഞാൻ പഠിച്ച 5 കാര്യങ്ങൾ അടുത്ത 60 സെക്കൻഡിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഒരു വിദ്യാർത്ഥി, ഒരു അധ്യാപകൻ, ഒരു റാങ്ക് ഹോൾഡർ എന്നീ നിലകളിലെല്ലാം ഞാൻ നേടിയ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. ലെസൺ നമ്പർ 1, കൺസിസ്റ്റൻസി ഓൾവേസ് ബീറ്റ്സ് ഇന്റലിജൻസ്. അതായത് വലിയ ബുദ്ധിജീവി ആവേണ്ട കാര്യമൊന്നുമില്ല എക്സാംസ് പാസ്സാവാനായിട്ട്. വലിയൊരു ബുദ്ധിജീവി വല്ലപ്പോഴും പഠിച്ചാൽ എക്സാം പാസ്സാവത്തുമില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ശരാശരി വിദ്യാർത്ഥി ആത്മാർത്ഥമായിട്ട് ഡിസിപ്ലിനോട് കൂടി പഠിക്കുകയാണെങ്കിൽ അവൻ എക്സാം പാസ്സാവും. ലെസൺ നമ്പർ 2, മൈൻഡ് സെറ്റ് ആണ് എല്ലാം നിശ്ചയിക്കുന്നത്. നിങ്ങൾ വിജയിക്കും എന്ന് ഉറപ്പിച്ച് ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ എത്തിയിരിക്കും. അല്ലാതെ ഞാൻ വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല, എനിക്ക് പഠിക്കാനുള്ള ബുദ്ധിയില്ല, എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല. മൈൻഡ് സെറ്റ് മാറ്റിയാൽ വിജയം സുനിശ്ചിതമാണ്. ലെസൺ നമ്പർ 3, എല്ലാവരും യുണീക്കാണ്. ഓരോ കാൻഡിഡേറ്റും, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിയും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഡിഫറെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആരെയും കണ്ണടച്ച് പിന്തുടരാതെ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, നിങ്ങളുടേതായിട്ടുള്ള ഒരു മെത്തഡോളജി കണ്ടെത്തി അത് തന്നെ ഫോളോ ചെയ്യണം. ലെസൺ നമ്പർ 4, കോമ്പറ്റീഷൻ ആക്ച്വലി വളരെ കുറവാണ് ഇപ്പൊ പരീക്ഷകൾക്ക്. ഒരു 10 ലക്ഷം പേര് പരീക്ഷ എഴുതിയാലും അതിൽ ഞാൻ ഈ പറയുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആൾക്കാർ മാക്സിമം ഒരു 25,000 30,000 ആൾക്കാർ മാത്രമായിരിക്കും. അവർക്കിടയിൽ മാത്രമേ യഥാർത്ഥ കോമ്പറ്റീഷൻ ഉള്ളൂ. 5ാമത്തെ ലെസൺ, പഠിക്കുമ്പോൾ നമ്മൾ ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക. സിലബസ് പ്രോപ്പറായി പഠിക്കണം, റിവിഷൻ നടത്തണം, പ്രാക്ടീസ് ചെയ്യണം. അതാണ് ആഴത്തിലുള്ള പഠനം. ഇതിനോടൊപ്പം എലിമിനേഷൻ ടെക്നിക്സ് പോലെയുള്ള സ്മാർട്ട് സ്ട്രാറ്റജികൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇത്തരം എക്സ്പീരിയൻസിന് പുറത്ത് തന്നെയാണ് ഞാൻ എൻ്റെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോയുടെ പാർട്ട് 2 വേണമെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.